ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 65-ാം അധ്യായം സൂറത്തു ത്വലാഖ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിലെ 10 ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 11-ാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റസൂലൻ യത്ലു അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാതിൻ ലിയുഖ്രിജല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി മിനൽ ദുലുമാതി ഇലൻ നൂർ വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുദ്ഖിൽഹു ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ. കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാതെ ജീവിച്ച പല നാടുകളെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അള്ളാഹു മനുഷ്യർക്ക് ഉത്ബോധനം നൽകിയിട്ടുണ്ട്, ഉപദേശം നൽകിയിട്ടുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ. റസൂലൻ അതായത് ഒരു ദൂതനെ, റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, റസൂലൻ അതായത് ഒരു ദൂതനെ. യത്ലു, തല യത്ലു എന്ന് പറഞ്ഞാൽ ഓതിക്കൊടുക്കുന്നു അല്ലെങ്കിൽ ഓതിക്കൊടുക്കും. തല എന്ന് പറഞ്ഞാൽ ഓതി, യത്ലു ഓതുന്നു. യത്ലു അലൈക്കും, അലൈക്കും നിങ്ങളുടെ മേൽ. യത്ലു അലൈക്കും നിങ്ങളുടെ മേൽ ഓതിക്കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓതിത്തരുന്ന. ആയാത്തില്ലാഹി, എന്താണ് ഓതിത്തരുന്നത്? ആയാത്തില്ലാഹി, ആയാത്ത് വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. മുബയ്യിനാത്തിൻ വ്യക്തമാക്കുന്നവ. ലി യുഖ്രിജല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ലി യുഖ്രിജ, ഖറജ എന്ന് പറഞ്ഞാൽ പുറത്തു വന്നു എന്നാണ്. അഖ്റജ എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവന്നു, പുറത്താക്കി. യുഖ്രിജു പുറത്തു കൊണ്ടുവരും, പുറത്തു കൊണ്ടുവരുന്നു. ലി യുഖ്രിജ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ആരെ? അല്ലദീന ആമനു, ആമന വിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അതിൻ്റെ മുമ്പിൽ അല്ലദീന ചേർക്കുമ്പോൾ അല്ലദീന ആമനു വിശ്വസിച്ചവരായ ഒരു കൂട്ടർ അല്ലെങ്കിൽ വിശ്വസിച്ചവർ. അപ്പോൾ ലി യുഖ്രിജ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, അല്ലദീന ആമനു വിശ്വസിച്ചവരെ. വ അമിലു സ്വാലിഹാത്തി, അമില എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു, അമിലു അവർ പ്രവർത്തിച്ചു. വ അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ. സ്വാലിഹത്തുൻ ജമ്മ് സ്വാലിഹാത്ത്. അപ്പോൾ വ അമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ. മിനൽ ദുലുമാത്തി ഇലന്നൂർ, എവിടെ നിന്നാണ് പുറത്തു കൊണ്ടുവരുന്നത്? മിനൽ ദുലുമാത്തി, ലുൽമത്തുൻ ജംഅ് ലുലുമാത്ത്, ഇരുട്ടുകൾ, അന്ധകാരങ്ങൾ. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, മിനൽ ദുലുമാത്തി അന്ധകാരങ്ങളിൽ നിന്ന്. ഇലൻ നൂർ, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം. ഇലൻ നൂരി പ്രകാശത്തിലേക്ക്. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ. വമൻ അവിടെ തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ്, പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല. മൻ യുഅ്മിൻ, മൻ ആരാണോ, യുഅ്മിൻ ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കും, വിശ്വസിക്കുന്നു. അത് മൻ വരുമ്പോൾ മൻ യുഅ്മിൻ എന്നാവും. ആർ വിശ്വസിക്കുന്നുവോ, ബില്ലാഹി അള്ളാഹുവിൽ, ബി എന്ന് പറഞ്ഞാൽ ഇൽ, ബില്ലാഹി അള്ളാഹുവിൽ. വയഅമൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ, ആ മൻ എന്നുള്ളത് ഇങ്ങോട്ടും ബാധകമാണ്. അമില പ്രവർത്തിച്ചു, യഅമലു പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു. മൻ വരുമ്പോൾ മൻ യഅമൽ എന്നാവും. അതിനെ സൂചിപ്പിക്കാനാണ്, മൻ അവിടെ ഉണ്ട് സൂചിപ്പിക്കാനാണ് വാവ് ഇട്ട് കൊടുത്ത്, അത്തിഫിൻ്റെ വാവാണ്. അപ്പോൾ യഅമൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ, ആരാണോ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. സ്വാലിഹൻ നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ. യുദ്ഖിൽഹു ദഖല പ്രവേശിച്ചു, യദ്ഖുലു പ്രവേശിക്കും, പ്രവേശിക്കുന്നു. യുദ്ഖിലു പ്രവേശിക്കപ്പെടും, പ്രവേശിക്കപ്പെടുന്നു, മജ്ഹൂൽ രൂപമാണ്. അപ്പോൾ ആ മന്നിൻ്റെ ജവാബായതുകൊണ്ട് യുദ്ഖിൽ പ്രവേശിപ്പിക്കപ്പെടും. ഹു അവനെ, യുദ്ഖിൽഹു അവനെ പ്രവേശിപ്പിക്കപ്പെടും. ജന്നാത്തിൻ, ജന്നത്ത് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ജന്നാത്ത്, തോട്ടങ്ങൾ. അപ്പോൾ തോട്ടങ്ങളിൽ അവനെ പ്രവേശിപ്പിക്കപ്പെടും. എങ്ങനെയുള്ള തോട്ടങ്ങളാ? തജിരി, ജറ എന്ന് പറഞ്ഞാൽ ഒഴുകി, യജിരി തജിരി എന്നൊക്കെ പറഞ്ഞാൽ ഒഴുകുന്നു അല്ലെങ്കിൽ ഒഴുകും. തജിരി അത് ഒഴുകുന്നു. മിൻ തഹ്തിഹ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, തഹത്ത എന്ന് പറഞ്ഞാൽ താഴെ, മിൻ തഹത്തിഹ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ എന്നർത്ഥം. മിൻ എന്നുള്ളതിന് ഇവിടെ കൂടെ എന്നുള്ള അർത്ഥം കൊടുക്കാം. തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗം, മിൻ തഹ്തിഹ അതിൻ്റെ താഴ്ഭാഗത്ത് കൂടെ. അൽ അൻഹാറു
പുഴകൾ. നെഹ്ർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൻഹാർ, അരുവികൾ, പുഴകൾ. ഖാലിദീന ഫിഹ, ഖാലിദീന ശാശ്വതരാണ്, എന്നെന്നും ജീവിക്കുന്നവരാണ്. ഫിഹ അതിൽ അല്ലെങ്കിൽ അവിടെ, ആ തോട്ടങ്ങളിൽ. അബദൻ എന്നെന്നും. ഖാലിദീന ഫിഹ അബദ എന്നെന്നും ആ തോട്ടങ്ങളിൽ ശാശ്വതരാണ് അവർ. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ, ഖദ് തീർച്ചയായും. ഖദ് എന്നുള്ളത് മാളിയായൊരു പദത്തിൻ്റെ ഒരു ക്രിയയുടെ മുമ്പിൽ വരുമ്പോഴാണ് തീർച്ചയായും എന്നുള്ള അർത്ഥം കൊടുക്കുക. ഖദ് അഹ്സന, അഹ്സന എന്ന് പറഞ്ഞാൽ നന്നാക്കി. ഖദ് അഹ്സന തീർച്ചയായും നന്നാക്കിയിട്ടുണ്ട്. ആര്? അള്ളാഹു. അള്ളാഹു തീർച്ചയായും നന്നാക്കിയിട്ടുണ്ട്. ലഹു അവന്, റിസ്ഖൻ ഉപജീവനം, അവൻ്റെ ആഹാരവും മറ്റ് സൗകര്യങ്ങളും. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ തീർച്ചയായും അള്ളാഹു അവന് അവൻ്റെ ഉപജീവനം നന്നാക്കിയിട്ടുണ്ട്. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം റസൂലൻ യത്ലു അലൈക്കും ആയാത്തില്ലാഹി മുബയ്യിനാത്തിൻ, അതായത് അള്ളാഹുവിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ നിങ്ങൾക്ക് മേൽ ഓതിത്തരുന്ന ഒരു റസൂലിനെ, ഒരു ദൂതനെ. ലിയുഖ്രിജല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിനൽ ദുലുമാത്തി ഇലന്നൂർ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹ അബദ, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്തരക്കാരെ അള്ളാഹു താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങളിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവർ എന്നെന്നും അവിടെ ശാശ്വതരാണ്. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖ തീർച്ചയായും അള്ളാഹു അവന് ഏറ്റവും നല്ല ഉപജീവനം നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. തൊട്ട് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു മനുഷ്യർക്ക് ദിക്ർ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ സ്മരണ, ഓർമ്മ. അവിടെ ദിക്ർ എന്നുള്ളതിന് ഖുർആൻ എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു 11ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിൽ റസൂലൻ എന്നുള്ളതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ചെറിയ ഭാഗം ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അതായത് റസൂലൻ, ദൂതനെ എന്ന് പറയുമ്പോൾ ദൂതനെ നിങ്ങളിലേക്ക് അയച്ചു എന്നുള്ള രൂപത്തിലാണ് അവിടെ ഉദ്ദേശം. അർസല ഇലൈക്കും എന്നുള്ള ഭാഗം അവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അർസല ഇലൈക്കും റസൂലൻ, നിങ്ങളിലേക്ക് ദൂതനെ അയച്ചു. യത്ലു അലൈക്കും നിങ്ങൾക്ക് ഓതിത്തരുന്നവനായ, ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ, അങ്ങനെ അർത്ഥം കൊടുക്കാം. അതല്ല തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ആ ഒരു ദിക്ർ എന്നുള്ളതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ രൂപത്തിൽ തന്നെ ഇവിടെ അതിൻ്റെ ബദലായിക്കൊണ്ട് റസൂൽ എന്ന് വന്നു. അവിടെ ദിക്ർ എന്നുള്ളത് വന്നു റസൂലിനെ സൂചിപ്പിക്കാൻ, ഇവിടെ അതിൻ്റെ ബദലായിക്കൊണ്ട് ആരെയാണ് ആ ഒരു ദിക്ർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ യഥാർത്ഥ രൂപം ഇവിടെയും വന്നു. അപ്പോൾ അള്ളാഹു നിങ്ങളിലേക്ക് ഒരു ദിക്ർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളിലേക്ക് ഇറക്കിയിട്ടുണ്ട് എന്ന രൂപത്തിൽ അർത്ഥം കൊടുക്കാം. അങ്ങനെ അർത്ഥം കൊടുക്കുമ്പോൾ അവിടെ തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ ദിക്ർ എന്നുള്ളതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുമ്പോൾ അതായത് റസൂലിനെ, അതായത് ദൂതനെ, യത്ലു അലൈക്കും നിങ്ങളിലേക്ക് പാരായണം ചെയ്തു തരുന്ന, നിങ്ങൾക്ക് ഓതിത്തരുന്ന ഒരു ദൂതനെ. അപ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്തിൻ്റെ അവസാനത്തിലുള്ള ദിക്ർ എന്നുള്ളതിനെ ഖുർആൻ എന്നുള്ള അർത്ഥവും കൊടുക്കാം, അല്ലെങ്കിൽ റസൂൽ എന്നുള്ള അർത്ഥവും കൊടുക്കാം. അപ്പോൾ അവിടെ ദിക്ർ എന്നുള്ളത് ഖുർആൻ എന്നുള്ള രൂപത്തിലാണ് വന്നതെങ്കിൽ ഇവിടെ നമ്മൾ പറയുമ്പോൾ ആ ഖുർആനിനെ ഓതിത്തരുന്നവനായ ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് അയച്ചു എന്നുള്ള രൂപത്തിലാണ് ഇവിടെ വരിക. അർസല ഇലൈക്കും നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് റസൂലൻ ഒരു ദൂതനെ, യത്ലു അലൈക്കും നിങ്ങൾക്ക് ഓതിത്തരുന്ന, തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ആ ഖുർആനിനെ നിങ്ങൾക്ക് ഓതിത്തരുന്ന ഒരു പ്രവാചകനെ നിങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ അർത്ഥം കൊടുക്കാം. അതല്ല അവിടെ വന്നിരിക്കുന്നത് പ്രവാചകനെ തന്നെയാണ് ദിക്ർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചതെങ്കിൽ ഇവിടെ പിന്നെ ആ പറഞ്ഞ ദിക്ർ എന്നുള്ളതിനെ ഒന്നും കൂടി എടുത്തു പറയാണ്. ദിക്ർ എന്നാൽ അതായത് റസൂലൻ ഒരു റസൂലിനെ, യത്ലു അലൈക്കും നിങ്ങളിലേക്ക് ഓതിത്തരുന്ന, ആയാത്തില്ലാഹി അള്ളാഹുവിൻ്റെ വചനങ്ങൾ. അവ എങ്ങനെയുള്ള വചനങ്ങളാണ്? മുബയ്യിനാത്തിൻ വ്യക്തമായ വചനങ്ങളാണ്. ആർക്കും ആ വചനങ്ങളിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിനെ കണ്ടെത്താൻ, അള്ളാഹുവിൻ്റെ മാർഗം എന്താണെന്ന് മനസ്സിലാക്കാൻ, നല്ല രൂപത്തിൽ ഈ ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതൊരാൾക്കും തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളാണ്, തെളിഞ്ഞ വചനങ്ങളാണ്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്നുള്ളത് ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ സംശയമില്ലാത്ത രൂപത്തിൽ കൃത്യമായി വിവരിക്കുന്ന ആയത്തുകളെ, വചനങ്ങളെ അള്ളാഹു അവതരിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയുഖ്രിജല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എവിടുന്ന്? മിനൽ ദുലുമാത്തി അന്ധകാരങ്ങളിൽ നിന്ന്, ഇല നൂർ പ്രകാശത്തിലേക്ക്. ഈ അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ
നല്ല രൂപത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ പോലും എന്താണ് നന്മ എന്താണ് തിന്മ എന്നറിയാതെ തെറ്റുകളിൽ അകപ്പെട്ടു പോവും. അള്ളാഹുവിനെ ആരാധിക്കണമെന്നും സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എന്താണ് നന്മ എന്താണ് തിന്മ എന്നറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗം സ്വീകരിക്കാൻ തയ്യാറുള്ളവർക്ക് ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാനുള്ള ഒരു മാർഗമാണ് പരിശുദ്ധ ഖുർആനും അത് നമുക്ക് പറഞ്ഞു തരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ഇവിടെ ഉപയോഗിച്ച പദപ്രയോഗം നോക്കൂ, മിനൽ ലുലുമാത്തി ഇലൻ നൂരി എന്നാണ്. ലുലുമാത്ത് എന്ന് പറഞ്ഞപ്പോൾ അത് ബഹുവചന രൂപത്തിൽ ഉപയോഗിച്ചു. പരിശുദ്ധ ഖുർആനിൽ ഉടനീളം എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ലുലുമാത്ത് എന്നുള്ളത് ബഹുവചന രൂപത്തിലേ വന്നിട്ടുള്ളൂ. ലുൽമത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഏകവചന രൂപം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. അതേപോലെ ഇലൻ നൂർ എന്നുള്ളിടത്ത് പ്രകാശം, അത് ഏകവചന രൂപത്തിലാണ് പറഞ്ഞത്, അതിൻ്റെ ബഹുവചന രൂപം പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടില്ല. അപ്പോൾ ലുലുമാത്ത് എന്നുള്ളത് ബഹുവചന രൂപത്തിലും നൂർ എന്നുള്ളത് ഏകവചന രൂപത്തിലും പറഞ്ഞു. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അന്ധകാരങ്ങൾ എന്നുള്ളത് പലതും ഉണ്ടാവും, പ്രകാശം എന്നുള്ളത് ഒറ്റൊന്നേ ഉള്ളൂ, അത് ഇസ്ലാം അതാണ് പ്രകാശം എന്നുള്ളത്. അന്ധകാരം എന്ന് പറയുമ്പോൾ ഇസ്ലാം അല്ലാത്ത മറ്റ് പല 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 ജീവിത രീതികളും, അത് മറ്റുള്ളവരെ ആരാധിക്കലും ഒരു മതവും ഇല്ല എന്ന് ഒരു ദൈവവും ഇല്ല എന്ന് പറയുന്നവരും അങ്ങനെ മറ്റ് പല പല രീതിയിലും ആരാധനകൾ കൊണ്ടു നടക്കുന്ന ഒരുപാട് അന്ധകാരങ്ങളുണ്ട്. അങ്ങനെ പല 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 അന്ധകാരങ്ങളിൽ പെട്ടുപോകാതെ ഒറ്റ പ്രകാശത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവന്നു. പ്രകാശം ഒന്നേ ഉള്ളൂ, അത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഇസ്ലാം മതമാണ്. അപ്പോൾ ആ ഇസ്ലാം മതത്തിലേക്ക്, ആ ഒരു പ്രകാശത്തിലേക്ക്, ഒരേ ഒരു പ്രകാശത്തിലേക്ക് അള്ളാഹു പല പല ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ അതിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ പല പല ഇരുട്ടുകളിലേക്ക് പോകാതെ ആ പോവാനുള്ള അവസരമൊരുക്കാതെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ നൽകി. അതിലൂടെ സത്യവിശ്വാസികൾക്ക് എന്താണ് ഇരുട്ടുകൾ എന്താണ് പ്രകാശം എന്ന് കൃത്യമായി വേറിട്ട് മനസ്സിലായി. അങ്ങനെ ആ ഇരുട്ടുകളിലേക്ക് പോകാതെ പ്രകാശത്തിലേക്ക് വന്ന് ആ പ്രകാശത്തിലൂടെ ജീവിക്കാൻ സത്യവിശ്വാസികൾക്ക് സാധ്യമായത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ നൽകിയിട്ടാണ്. എന്നിട്ട് അള്ളാഹു പറയാ, ഇനി വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർക്ക് താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട്, അതിൽ പ്രവേശിപ്പിക്കും അവരെ. അവർ ആ ഒരു സ്വർഗത്തിൽ എന്നെന്നും ശാശ്വതരായി ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. വിശ്വസിച്ചതിന് ശേഷം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാലേ അത് അള്ളാഹു സൽക്കർമ്മമായിട്ട് കൂട്ടുള്ളൂ. അള്ളാഹുവിൽ വിശ്വസിക്കാതെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും അള്ളാഹു സൽക്കർമ്മമായിട്ട് കൂട്ടൂല. കാരണം അള്ളാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾ. മറ്റുള്ളത് അള്ളാഹുവിനെ മനസ്സിലാക്കാതെ അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത രൂപത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹു അത് സൽക്കർമ്മമായിട്ട് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ആരാണോ ആദ്യം അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് അതോടനുബന്ധിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത്തരക്കാർക്കാണ് സ്വർഗം. അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, അതിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നു. ഈ സ്വർഗത്തിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ വിചാരിക്കും നമ്മുടെ നാടുകളിലൊക്കെ അരുവികളും പുഴകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണോ സ്വർഗം? ഇത്രയൊക്കെ ഉള്ളൂ സ്വർഗം. പക്ഷേ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാത്ത, ഒരു കണ്ണും ഇന്നേ വരെ കാണാത്ത, ഒരു കാതും ഇതുവരെ കേൾക്കാത്ത, ഒരു മനസ്സും ഇതുവരെ ചിന്തിക്കാത്ത രൂപത്തിലുള്ള സുഖങ്ങളാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അത് ഏത് രൂപത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവിടെ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന എന്ന അർത്ഥം പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. പക്ഷേ എന്താണ് അരുവികൾ, എങ്ങനെയാണ് അരുവികൾ, അത് എത്രത്തോളം നമുക്ക് സുഖമാണെന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതുകൊണ്ട് നാളെ പരലോകത്ത് അള്ളാഹു നൽകാൻ പോകുന്ന സ്വർഗത്തെ ഈ ലോകത്തിരുന്നു കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ആ തരത്തിൽ അതിമനോഹരമായ ഏറ്റവും സുഖങ്ങൾ മാത്രം ലഭിക്കുന്ന സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും. മാത്രമല്ല ഖാലിദീന ഫീഹ അബദ, അവനവിടെ എന്നെന്നും ശാശ്വതനായിക്കൊണ്ട് ജീവിക്കും. ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ അടുത്ത് നഷ്ടപ്പെടുമെന്ന് തോന്നുമ്പോഴാണ് നമുക്ക് പേടി ഉണ്ടാവുക. സ്വർഗത്തിലൊരു പേടിയില്ല. കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ കാലാകാലം, അതിൽ നിന്ന് തിരിച്ചു പോക്കില്ല. അവിടെ തന്നെയായിരിക്കും കാലാകാലം. അല്ലാതെ ഇത്ര കൊല്ലം അല്ലെങ്കിൽ ഇത്ര കാലം അങ്ങനെയല്ല, കാലാകാലം സ്വർഗത്തിൽ തന്നെ കഴിയും. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ആ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ, സ്വർഗപ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അറ്റമില്ലാത്ത കാലം, നമുക്ക് അളക്കാൻ പറ്റൂല,
പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള കാലം പരലോകം എന്നുള്ളതിൻ്റെ അവസാനമില്ല. ഇപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളോടുകൂടി ഈ ലോകത്തിൻ്റെ അവസാനമായി. പിന്നീട് അടുത്തൊരു ലോകമാണ്. പക്ഷേ ആ അടുത്ത ലോകത്തിന് ഒരു അവസാനമില്ല, അത് കാലാകാലം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നരകത്തിലുള്ള ആളുകൾ ആ രൂപത്തിൽ അവിടെ കഴിയും, സ്വർഗത്തിലുള്ള ആളുകൾ ആ രൂപത്തിൽ സ്വർഗത്തിലും കഴിയും. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരാൾക്ക് പിന്നീട് യാതൊന്നും ചിന്തിക്കേണ്ടതില്ല, സുഖമായി കാലാകാലം ആ സ്വർഗത്തിൽ തന്നെ കഴിഞ്ഞുകൂടാം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖദ് അഹ്സന അല്ലാഹു ലഹു റിസ്ഖ. അള്ളാഹു അവന്, അതായത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആ സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഉപജീവനം നന്നാക്കിയിട്ടുണ്ട്. ഉപജീവനം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരവും അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന മറ്റ് സുഖസൗകര്യങ്ങളും എല്ലാം അടക്കമാണ് ഉപജീവനം എന്ന് പറയാം. അപ്പോൾ നമുക്ക് അള്ളാഹു ഏറ്റവും നല്ല സൗകര്യം, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം അവിടെ അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഇനി നമുക്ക് ഈ ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം. തുടക്കത്തിൽ റസൂലൻ എന്നുള്ളതിലെ റായിന് ഷദ്ദുണ്ട്. തൊട്ട് മുമ്പത്തെ ആയത്തുമായിട്ട് ചേർത്തി ഓതുമ്പോഴാണ് ആ ഷദ്ദ് പറയേണ്ടതുള്ളൂ. അപ്പോൾ തൊട്ട് മുമ്പ് സിക്റൻ എന്നാണല്ലോ, ആ സിക്റൻ എന്നവിടെ നിർത്താതെ ഈ ഒരു ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ സിക്റർ റസൂലൻ. അപ്പോൾ അവിടെ സിക്റ എന്ന് പറഞ്ഞിട്ട് പിന്നെ റായിന് ഷദ്ദ് കൊടുക്കും. അവിടെ ആ തൻവീന് റായിൻ്റെ മുമ്പ് വന്നതുകൊണ്ട് തൻവീനിനെ റായിലേക്ക് പൂർണ്ണമായിട്ടും ലയിപ്പിക്കുക, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ സിക്റ എന്ന് പറഞ്ഞിട്ട് റായിന് ഷദ്ദ് കൊടുക്കുക. സിക്റർ റസൂലൻ. റസൂലൻ എന്നുള്ളതിൽ അവസാനത്തിൽ തൻവീന് വന്നു, ശേഷം യാ ആണ്. യാഇൻ്റെ മുമ്പ് തൻവീന് വന്നാൽ ആ തൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ റസൂലയ്യത്തിലു റസൂലയ്യത്തിലു അലൈക്കും ആയാത്തില്ലാഹി. ആയാത്തില്ലാഹി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കസറുള്ള അക്ഷരം വന്നാൽ ഇല്ല എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക. ആയാത്തില്ലാഹി എന്ന് പറയില്ല, ആയാത്തില്ലാഹി എന്നാണ് പറയാം. മുബയ്യിനാത്തിൻ. മുബയ്യിനാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം ലാമാണ്. ലാമിൻ്റെ മുമ്പ് തൻവീന് വന്നാൽ റാഇൻ്റെ മുമ്പ് വന്ന പോലെ തന്നെ ആ ഒരു തൻവീനെ പൂർണ്ണമായിട്ടും ലാമിലേക്ക് ലയിപ്പിക്കണം, മണിക്കാനേ പാടില്ല. ഇദ്ഗാം ബിലാ ഗുന്ന അല്ലെങ്കിൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന. അപ്പോൾ മുബയ്യിനാത്തില്ലി, മുബയ്യിനാത്തിൻ എന്ന് പറയാതെ മുബയ്യിനാത്തി എന്ന് പറയാം. എന്നിട്ട് ലാമിന് ഷദ്ദ് കൊടുക്കുക. അപ്പോൾ മുബയ്യിനാത്തിൽ ലിയുഖ്രിജ ലിയുഖ്രിജല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി. വ അമിലു സ്വാലിഹാത്തി എന്ന് എടുക്കുകയാണെങ്കിൽ വ അമിലു എന്നുള്ളിടത്ത് നീട്ടാനുണ്ട്, പിന്നെ അസ്വാലിഹാത്തി എന്നാണ്. നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നാൽ ആ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ അമിലു അസ്വാലിഹാത്തി എന്നല്ല പറയാം, അമിലു സ്വാലിഹാത്തി. അമിലു എന്നുള്ളതിൻ്റെ നീട്ടൽ നഷ്ടപ്പെടും. മിന ലുലുമാത്തി ഇലൻ നൂരി. ഇലന്നൂർ, അവിടെ നൂനിൻ്റെ ഷദ്ദ് മണിക്കണം. നൂർ എന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജീമ് കാണാം. പാരായണം നിർത്താതെയും ഓതാം, രണ്ടിനും ഒരേ പ്രാധാന്യം. നിർത്തുകയാണെങ്കിൽ നൂർ എന്നുള്ളതിലെ അവസാനത്തെ റായിന് സുക്കൂൻ ഇട്ടിട്ട് നിർത്തുക. അങ്ങനെ നിർത്തുമ്പോൾ തൊട്ട് മുമ്പത്തെ ആ നീട്ടിൽ 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം. നിർത്താതെ പാരായണം ചെയ്യുകയാണെങ്കിൽ ഇലൻ നൂരി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയ പോലെ തന്നെ. അപ്പോൾ റായിന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കണം. വമൈ യുഅ്മിൻ. യാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു, ആ സുക്കൂനിലെ നൂനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. വമൈ യുഅ്മിൻ. യുഅ്മിൻ ബില്ലാഹി. ബാഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന്. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ സുക്കൂനുള്ള നൂനിനെ മീമാക്കിയിട്ട്, മീമിൻ്റെ ശബ്ദമാക്കിയിട്ട് മാറ്റണം. അപ്പോൾ യുഅ്മിൻ എന്നല്ല, യുഅ്മിം, മീമിലേക്കാണ് പോവുക. യുഅ്മിൻ ബില്ലാഹി. അതിനെ സൂചിപ്പിക്കാൻ അവിടെ ഒരു വാല് താഴേക്കുള്ളൊരു മീം ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം അവിടെ നൂനിൻ്റെ ശബ്ദമല്ല, മീമിൻ്റെ ശബ്ദമാണ് വരേണ്ടത്. ഇഖ്ലാബ് എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദമാക്കി മാറ്റിമറിക്കുക, അതാണ് ഇഖ്ലാബ്. ഖൽബ്, മാറി മറിയുന്നത്. ഹൃദയത്തിന് നമ്മൾ ഖൽബ് എന്ന് പറയാലോ, അതിങ്ങനെ എപ്പോഴും ചിന്തകൾ ഇങ്ങനെ മാറി മറിയുന്നതാണ്. ശരി, അപ്പോൾ യുഅ്മിൻ ബില്ലാഹി അവിടെ മണിക്കുകയുമാണ്. യുഅ്മിൻ ബില്ലാഹി സാവകാശമാണ് ആ ഒരു ബായിലേക്ക് അങ്ങ് പോകേണ്ടത്. യുഅ്മിൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചുണ്ട് കൂട്ടാതെ ചെറിയൊരു വിടവ് കൊടുക്കുക. യുഅ്മിൻ ബില്ലാഹി. ബില്ലാഹി അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തൊട്ട് മുമ്പ് കസ്ർ വന്നു, അപ്പോൾ ലാ എന്നുള്ള ഉച്ചാരണം ബില്ലാഹി. വ യഅമൽ സ്വാലിഹൻ. സ്വാലിഹൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീന്, ശേഷം യാ ആണ്. അവിടെ ആ തൻവീനിനെ യായിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക, ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ സ്വാലിഹൻ യുദ്ഖിൽഹു. സ്വാലിഹൻ യുദ്ഖിൽഹു. യുദ്ഖിൽഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉൽ അമീർ ഉണ്ട്. ആ ഹാ ഉൽ അമീറിനെ നീട്ടണോ നീട്ടേണ്ടതെന്ന് എങ്ങനെ തീരുമാനിക്കുക? അതിന് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കുക. ശേഷം ഹർക്കത്തുണ്ട്, പക്ഷേ മുമ്പ് ഹർക്കത്തില്ല. മുമ്പ് യുദ്ഖിൽഹു എന്ന് പറയുമ്പോൾ ലാമിന് സുക്കൂനാണ്. ആ ഹാ ഉൽ അമീറിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം ലാമാണ്, അതിന് സുക്കൂനാണ്. സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഹാ ഉൽ അമീറിൻ്റെ ഒരു ഭാഗത്ത് സുക്കൂനാണ്, ഹർക്കത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് 2 ഭാഗത്തും ഹർക്കത്ത് ഉണ്ടെങ്കിലേ നീട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇതിനെ നീട്ടൂല, യുദ്ഖിൽഹു എന്നേ പറയൂ. യുദ്ഖിൽഹു എന്ന് നീട്ടി പറയൂല. ജന്നാത്തിൻ അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കുക.
ജന്നാത്തിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ത ഇന് തെൻവീന് ശേഷം ത ആണ്, അവിടെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക. അപ്പോൾ ജന്നാത്തി തജ്രി, തജ്രി എന്നുള്ളിടത്ത് ജീമിന് സുക്കൂന് വന്നു. കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം, ഗൗരവത്തിൽ പറയണം. ഖുതുബ് ജദ്, ഖാഫ് ത്വാ ബാ ജീമ് ദാല്, ഈ 5 അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ എടുത്ത് പറയണം. അപ്പോൾ ഇവിടെ ജീമ് വന്നു. തജ്രി, ജ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം, വെളിവായി കേൾക്കണം. തജ്രി മിൻ തഹ്തിഹ, മിൻ തഹ്തിഹ എന്നുള്ളിടത്ത് താഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന് വന്നു, അതിനെ ഇഖ്ഫാ ചെയ്യുക, മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക. അപ്പോൾ മിൻ തഹ്തിഹ, തഹ്തിഹ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹ എന്നുള്ള നീട്ടലുണ്ട്. പക്ഷേ ശേഷം അൽ അൻഹാർ എന്നുള്ളിടത്ത് ഹംസത്ത് വസ്ൽ വന്നു. നീട്ടലിന് ശേഷം ഹംസത്ത് വസ്ൽ വന്നതുകൊണ്ട് ആ നീട്ടൽ നഷ്ടപ്പെടും. അപ്പോൾ തഹ്തിഹ എന്ന് പറയില്ല, തഹ്തിഹ എന്നേ പറയുള്ളൂ. തഹ്തിഹൽ അൻഹാറു, അൻഹാറു എന്നുള്ളിടത്ത് ഹാഇൻ്റെ മുമ്പ് സുക്കൂൻ നൂന്, അതിനെ വെളിവാക്കണം, ഇൽഹാർ ചെയ്യണം. അൻഹാറു. ഖാലിദീന ഫിഹാ അബദ, ഫിഹ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ മദ്, അബദൻ എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ. മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്, നിർബന്ധമല്ല. മദ് മുൻഫസിൽ. അപ്പോൾ ഫിഹ അബദ, അബദൻ എന്നാണ് അവിടെ ഒരു സിലി കാണാം. പാരായണം നിർത്താതെയും ഓതാം, നിർത്താതെ ഓതലാണ് ഉത്തമം. അവിടെ അഥവാ നിർത്തുകയാണെങ്കിൽ അബദൻ എന്ന് പറഞ്ഞിട്ടല്ല, അബദ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അതായത് ഫത്ത് തൻവീൻ ആയതുകൊണ്ട് അവിടെ നിർത്തുമ്പോൾ ഫത്തഹാക്കിയിട്ട് 2 അക്ഷരം നീട്ടുക, മദ് അഴിവള് എന്ന് പറയും. അപ്പോൾ അബദ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. ഇനി അവിടെ നിർത്താതെ ഓതുകയാണെങ്കിൽ അവിടെ അബദൻ എന്നാണ്, അത് അങ്ങനെ തന്നെ ഓതണം. പക്ഷേ അപ്പോൾ അടുത്ത അക്ഷരം നോക്കണം. അടുത്ത അക്ഷരം ഖദ്, ഖാഫാണ്. ഖാഫിൻ്റെ മുമ്പ് തൻവീൻ വരുമ്പോൾ ആ തൻവീനിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. അപ്പോൾ അബദൻ ഖദ്, അബദൻ ഖദ്. ഖദ് എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന് വന്നു, കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, എടുത്ത് പറയണം. അപ്പോൾ ഖദ്, അത് എന്നുള്ളത് വെളിവായി കേൾക്കണം. അഹ്സനല്ലാഹു ലഹു, ലഹു എന്നുള്ളിടത്ത് ഹ ഉലമീർ വന്നു. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ഹു എന്നുള്ളതിനെ 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. അതിനെ സൂചിപ്പിക്കാൻ ഒരു ചെറിയ വാവ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലഹു റിസ്ഖ, റിസ്ഖൻ എന്നാണ് പാരായണം നിർത്തുമ്പോൾ റിസ്ഖ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. കാരണം ഫത്ത് തൻവീൽ ഉള്ള ഒരു അക്ഷരത്തിൻ്റെ മേലെ പാരായണം അവസാനിപ്പിക്കുമ്പോൾ അത് ഫത്ഹാക്കിയിട്ട് 2 അക്ഷരം നീട്ടുകയാണ് ചെയ്യുക. അപ്പോൾ റിസ്ഖൻ എന്നുള്ളതിനെ റിസ്ഖ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുക. പിന്നെ റാഇന് കസ്റായതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം, ശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. റസൂലൻ യത്ലു അലൈക്കും ആയാതില്ലാഹി മുബയ്യിനാതിൻ ലിയുഖ്രിജല്ലസീന ആമനു വഅമിലുസ് സ്വാലിഹാതി മിനൽ ളുലുമാതി ഇലൻ നൂർ വമൻ യുഅ്മിൻ ബില്ലാഹി വയഅമൽ സ്വാലിഹൻ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദൻ ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ. ഇനി നമുക്ക് ഗ്രാമർ നോക്കാം. റസൂലൻ എന്നുള്ളത് തൊട്ട് മുമ്പത്തെ ആയത്തിലുള്ള സിക്റൻ എന്നുള്ളതിൻ്റെ ബദലാണ്. ഒന്നിൻ്റെ ബദലായിക്കൊണ്ട്, പകരമായിക്കൊണ്ട് മറ്റൊന്ന് വരുമ്പോൾ അത് അതിൻ്റെ ഒരു വിവരണമായിരിക്കും, എന്താണെന്ന് കുറച്ചും കൂടെ വ്യക്തമാക്കുന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ ആ ഏതിൻ്റെ ബദലായിട്ടാണോ വന്നത് അവയ്ക്ക് രണ്ടിനും ഒരേ രൂപമാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ സിക്റൻ എന്നായതുകൊണ്ട് ഇവിടെ റസൂലൻ, രണ്ടും ഒരേ രൂപത്തിലെഴുതി. യത്ലു അലൈക്കും ആയാത്തില്ലാഹി, യത്ലു ഓതിത്തരുന്നു, എന്തിനെ? ആയാത്ത്, വചനങ്ങളെ. അപ്പോൾ ആയാത്ത് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മാണ്. മഫ്ഊലും ബിഹിക്ക് എപ്പോഴും ഇറാബ് നെസ്ബായിരിക്കും. പക്ഷേ അലിഫും താവും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന തരത്തിലുള്ള സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള ഇസ്മുകൾ, അത്തരം ഇസ്മുകൾക്ക് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ട് കെസർ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ആയാത്തി എന്നുള്ളത് അവിടെ കെസർ കണ്ടതുകൊണ്ട് അത് ജറാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫ്ഊലും ബിഹിയാണ്, അതുകൊണ്ട് അത് നെസ്ബാണ്, അതിന് നെസ്ബാണ് കൊടുത്തിട്ടുള്ളത്. നെസ്ബ് കൊടുക്കാൻ അവിടെ കെസർ കൊണ്ടാണ് നെസ്ബ് കൊടുക്കുക. ഇനി ആയാത്തില്ലാഹി എന്നെടുത്തു കഴിഞ്ഞാൽ ആയാത്ത് എന്നുള്ളതിനെ അള്ളാഹുവിലേക്ക് ചേർത്തു. അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ഒന്നിൻ്റെ മറ്റൊന്നെന്ന് പറയുമ്പോൾ അത് മുലാഫിൻ ഇലൈഹിയാണ്. ഇവിടെ ആയാത്ത് എന്നുള്ളത് മുലാഫാണ്, ആ അള്ളാഹു എന്നുള്ള പദം മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും, അതുകൊണ്ടാണ് ലാഹി അവിടെ അവസാനത്തിൽ കെസർ കൊടുത്തത്. മുബയ്യിനാത്തിൻ, ഈ മുബയ്യിനാത്തിൻ എന്നുള്ളത് ശരിക്ക് ഹാലാണ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്. അതായത് ആയാത്ത് വചനങ്ങൾ എങ്ങനെയുള്ള വചനങ്ങളാണ്? മുബയ്യിനാത്താണ്, വ്യക്തമാക്കുന്നവയാണ്. അപ്പോൾ അത് അതിൻ്റെ ഹാലാണ്, അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കൊക്കെ നെസ്ബായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ മുബയ്യിനാത്തിൻ എന്നുള്ള രൂപത്തിൽ അവസാനത്തിൽ കസ്ർ തൻവീൻ ഉണ്ടെങ്കിലും അത് അലിഫും തായിലും അവസാനിക്കുന്ന ബഹുവചന രൂപമായതുകൊണ്ട് കസ്ർ നെസ്ബ് കൊടുക്കാനും കസ്ർ തൻവീനോ തന്നെയാണ് ഇടുക. അപ്പോൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന കസ്ർ തൻവീന് ജറിൻ്റെ അടയാളമല്ല, അത് നെസ്ബാണ് കൊടുത്തിരിക്കുന്നത് ഹാലിൻ്റെ പദമായതുകൊണ്ട്.
ലി യുഹ്രിജ, അഹ്റജ യുഹ്രിജു, യുഹ്രിജു എന്നുള്ളതിൻ്റെ മുമ്പിലാണ് ലീ വന്നത്. അപ്പോൾ ശരിക്കും അവിടെ ലി അൻ എന്നുണ്ട്. ആ അന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള മുതാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് ലി, അവിടെ അന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ലി യുഹ്രിജ അവസാനത്തിൽ ഫത്ത് ഇടാനുള്ള കാരണം അവിടെ നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നെസ്ബ് കൊടുക്കേണ്ടി വന്നത്? ലീ വന്നതുകൊണ്ട്. അപ്പോൾ ലി യുഹ്രിജ, ലി യുഹ്രിജല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി, വ അമിലു അവർ പ്രവർത്തിക്കുകയും ചെയ്തു എന്ത്? അസ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ. അപ്പോൾ സൽക്കർമ്മങ്ങൾ എന്നുള്ള ആ സ്വാലിഹാത്ത് എന്നുള്ള പദം മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതിന് നെസ്ബ് കിട്ടണം. അവിടെ അലിഫും താവും അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപമായതുകൊണ്ട് ജമ്മ് മുഅന്നസ് സാലിം എന്നാണ് കേട്ടോ അതിന് പറയാം. അത്തരം പദങ്ങൾക്ക്, അത്തരം ഇസ്മുകൾക്ക് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവസാനത്തിൽ കസ്ർ തന്നെയാണ്. അപ്പോൾ ജറാണെങ്കിലും നെസ്ബാണെങ്കിലും കസ്ർ തന്നെയാണ് കൊടുക്കുക. നമ്മളതിൻ്റെ സന്ദർഭം നോക്കിയിട്ടാണ് അവിടെ നെസ്ബാണോ ജറാണോ എന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇവിടെ അമിലു എന്നുള്ളതിൻ്റെ ഒബ്ജക്റ്റ് ആയതുകൊണ്ട്, മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് ആ അസ്വാലിഹാത്തി എന്നുള്ള പദം അവിടെ ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ മഫ്ഊലുൻ ബിഹിയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ അതിന് നെസ്ബാണ് വേണ്ടത്. അപ്പോൾ അവിടെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന താഇൻ്റെ കസ്ർ അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടി കൊടുത്ത കസ്റാണ്. മിനൽ ലുലുമാത്തി, ലുലുമാത്ത് എന്നുള്ളതിൻ്റെ മുമ്പിൽ മിൻ വന്നു. അപ്പോൾ മിനൽ ലുലുമാത്തി എന്ന് വന്നു. അവസാനത്തിൽ കസ്റിട്ടത് അവിടെ ജെറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. അതുകൊണ്ട് മിനൽ ലുലുമാത്തി എന്നെഴുതി. ഇലൻ നൂരി, നൂർ എന്നുള്ളതിൻ്റെ മുമ്പ് ഇല വന്നു. ഇല എന്നുള്ളതും ഹർഫ് ജറാണ്. ആ ഇല വന്നതുകൊണ്ടാണ് നൂരി അവസാനത്തിൽ കസ്റിട്ടത്. വമൈ യുഅ്മിൻ, ഇവിടെ മൻ വന്നു. മൻ എന്നുള്ളത് ഒരു ഷർത്തിൻ്റെ, ഒരു നിബന്ധനയുടെ പദമാണ്. അപ്പോൾ ആരാണോ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെ കിട്ടും എന്ന രൂപത്തിൽ പറയാനാണ് സാധാരണ മൻ ഉപയോഗിക്കുക. അപ്പോൾ മൻ യുഅ്മിൻ, ആരാണോ വിശ്വസിക്കുന്നത്, ബില്ലാഹി അള്ളാഹുവിൽ, വ യഅ്മൽ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ രണ്ട് ക്രിയകൾ വന്നു. ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ യുഅ്മിനു എന്നുള്ളതാണ് ഒരു ക്രിയ, അതിൻ്റെ മുമ്പിൽ മന്ന് വന്നു. യഅ്മലു എന്നുള്ളതാണ് രണ്ടാമത്തെ ക്രിയ, അതിനും ഈ മന്ന് ബാധകമാണ്. അപ്പം മന്നിന് ശേഷം യുഅ്മിനു എന്നുണ്ട്, യഅ്മലു എന്നുണ്ട്. രണ്ടിനും മന്ന് ബാധകമാണ്. അതുകൊണ്ട് രണ്ടിനും ജസ്മ് കിട്ടും. യുഅ്മിനു എന്നുള്ളത് യുഅ്മിൻ അവസാനത്തിൽ സുക്കൂന്, യഅ്മലു എന്നുള്ളത് യഅ്മൽ. കാരണം ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആരാണോ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ, ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, രണ്ടിനും ഈ ആരാണോ എന്നുള്ളത് ബാധകമാണ്. മന് രണ്ടിനും ബാധകം. പക്ഷേ ഒരൊറ്റ പ്രാവശ്യം മന്നിട്ടിട്ട് വാവ് കൊണ്ട് ചേർത്ത് എഴുതിയെന്ന് മാത്രം. വമൻ യുഅ്മിൻ ബില്ലാഹി, ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്, വ യഅ്മൽ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത് ആരാണോ. അപ്പോൾ ആ മന്ന് രണ്ടിടത്തേക്കും ബാധകമാണ്. അതുകൊണ്ട് യുഅ്മിനു എന്നുള്ളത് യുഅ്മിൻ എന്നായി, യഅ്മലു എന്നുള്ളത് യഅ്മൽ എന്നായി. ഇനി ബില്ലാഹി എന്നെടുത്തു കഴിഞ്ഞാൽ ബി എന്നുള്ളത് ഹർഫ് ജറാണ്. ബിക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും. അതുകൊണ്ടാണ് ബില്ലാഹി, അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ അവസാനത്തിൽ കസ്ർ കൊടുക്കാനുള്ള കാരണം ബി വന്നതുകൊണ്ടാണ്. ഇനി ബില്ലാഹി വ യഅ്മൽ സ്വാലിഹൻ, സ്വാലിഹൻ എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. യഅ്മൽ ആരാണോ പ്രവർത്തിക്കുന്നത്, എന്ത്? സ്വാലിഹൻ സൽക്കർമ്മം. അപ്പോൾ അവിടെ സ്വാലിഹ് എന്നുള്ളത് ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കർമ്മമാണ്, മഫ്ഊലുൻ ബിഹിയാണ്. അതിന് ഇറാബ് നെസ്ബാണ്. അതുകൊണ്ടാണ് സ്വാലിഹൻ ഫത്ത് തൻവീൻ ഇട്ടത്, നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു മൻ എന്ന് പറയുന്ന നിബന്ധനയുടെ പദം വന്നല്ലോ, അതിനുശേഷം അതിൻ്റെ ഒരു ജവാബ് പറയും. ആരാണോ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ജവാബ്, അതിൻ്റെ ഉത്തരം വരുന്ന ഭാഗമാണ് ഇനി. ആരാണോ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർക്ക് എന്താ കിട്ടുക? യുദ്ഖിൽഹു. അപ്പോൾ അതതിൻ്റെ ജവാബാണ്. ആ ജവാബിൻ്റെ ഭാഗത്തുള്ള മുളാരിയായിട്ടുള്ള ക്രിയക്കും ജസ്മാണ് കിട്ടുക. അതുകൊണ്ടാണ് യുദ്ഖിലു എന്നുള്ളതിനെ യുദ്ഖിൽ എന്നാക്കിയത്. യുദ്ഖിൽഹു. ജന്നാത്തിൻ എവിടെയാണ് പ്രവേശിപ്പിക്കുക? തോട്ടങ്ങളിൽ. അപ്പോൾ ജന്നാത്ത് എന്നുള്ളത് മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, കർമ്മമാണ്. അതിന് നെസ്ബാണ് വേണ്ടത്. പക്ഷേ അലിഫിലും തായിലും അവസാനിക്കുന്ന സ്ത്രീലിംഗ ബഹുവചന രൂപത്തിലുള്ള നാമപദങ്ങളായതുകൊണ്ട്, ജമ്മു മുഅന്നസ് സാലിം ആയതുകൊണ്ട് കസ്ർ കൊണ്ടോ കസ്ർ തൻവീന് കൊണ്ടോ ആണ് നെസ്ബിനെ സൂചിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കസ്ർ തൻവീന് കാണുന്നത് അത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തെജിരി മിൻ തഹ്തിയ, തെജിരി. എന്തുകൊണ്ട് യജിരി എന്ന് ഉപയോഗിക്കാതെ തെജിരി എന്ന് ഉപയോഗിച്ചു? ഒഴുകുന്നു എന്നാണ് തെജിരി എന്ന് പറഞ്ഞാലും യജിരി എന്ന് പറഞ്ഞാലും അർത്ഥം. പക്ഷേ എന്താണ് ഒഴുകുന്നത്? അൽ അൻഹാറു, പുഴകളാണ്. പുഴകൾ എന്നുള്ള ബഹുവചന രൂപം അത് സ്ത്രീലിംഗാണ്. ഈ ബുദ്ധിയില്ലാത്ത സാധനങ്ങളുടെ ബഹുവചന രൂപം അത് എപ്പോഴും സ്ത്രീലിംഗായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ നെഹ്ർ എന്നുള്ളത് ഒരു ബുദ്ധിയില്ലാത്ത ഒരു സംഗതിയാണല്ലോ, പുഴ എന്നുള്ളത്. അതിൻ്റെ ബഹുവചനം അൻഹാർ. അപ്പോൾ അതിൻ്റെ ബഹുവചനമാണ്, അതിനെ സ്ത്രീലിംഗമായിട്ട് പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ആ സ്ത്രീലിംഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി യജിരി പറയില്ല, തെജിരി എന്നാണ് പറയാം. അപ്പോൾ അൻഹാർ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് തെജിരി എന്ന് വന്നത്. മിൻ തഹ്തിഹ, മിൻ എന്നുള്ള ഹർഫ് ജറ് തഹത്ത എന്നുള്ളതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ തഹത്തി എന്നായി, മിൻ തഹത്തി എന്നായി. മിൻ തഹ്തിയൽ അൻഹാറു ഖാലിദീന. ഖാലിദീന എന്നുള്ളത് ഹാലിൻ്റെ പദമാണ്. അവിടെ ഏത് അവസ്ഥയിലായിരിക്കും? ശാശ്വതമായ അവസ്ഥയിലായിരിക്കും, ശാശ്വതരായിരിക്കും.
അപ്പോൾ അത് അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ്, ഹാലിൻ്റെ പദമാണ്. ഹാലിൻ്റെ പദങ്ങൾക്ക് നെസ്ബാണ്. അതുകൊണ്ടാണ് അവിടെ ഖാലിദീന എന്ന് ഉപയോഗിച്ചത്. ഖാലിദൂന എന്നാണ് ശരിക്ക് റഫ്ഇൻ്റെ രൂപം. ഖാലിദീന എന്നാണ് ജറിൻ്റെയും നെസ്ബിൻ്റെയും രൂപം. അപ്പോൾ ഇവിടെ നെസ്ബിൻ്റെ രൂപത്തിലാണ് വന്നത്, കാരണം ഹാലായതുകൊണ്ട്. ഫിഹ അബദൻ, അബദൻ എന്നുള്ളത് ലർഫ് സമാനാണ്, ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. ഖദ് അഹ്സന അല്ലാഹു, അഹ്സന അല്ലാഹു എന്ന് പറയുമ്പോൾ അഹ്സന എന്നുള്ളത് ഫെയിലാണ്, അള്ളാഹു എന്നുള്ളത് അതിൻ്റെ ഫായിലാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർത്താവാണ്. അഹ്സന അല്ലാഹു, അള്ളാഹു നന്നാക്കിയിട്ടുണ്ട്. എന്ത്? റിസ്ഖൻ, ഉപജീവനം. അപ്പോൾ റിസ്ഖൻ എന്നുള്ളത് മഫൂലും ബിഹിയാണ്, ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ കർമ്മാണ്. അതുകൊണ്ടാണ് അതിന് നെസ്ബ് കിട്ടിയത്. റിസ്ഖൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഫത്ത് തൻവീന് കൊടുക്കാൻ കാരണം നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.